ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ബട്ടർഫ്ലൈ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് ഒരു ചെടി റീപോർട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. നമ്മളെ 3 മാസം കൂടുമ്പം ഏത് ചെടിയായാലും നമ്മളത് റീപോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായി നല്ല സുന്ദരനായിട്ട് നമ്മൾക്കതിന് കാണാൻ പറ്റും. അതിനായി ഈ ചെടിയെല്ലാം നമ്മൾ ആദ്യം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാത്തിനെയും ഇറക്കി ഇങ്ങോട്ട് വയ്ക്കണം. ഇത് നനച്ച് വെച്ചത് കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. വെയിലായത് കാരണം അത്യാവശ്യം വെയിലും സൂര്യപ്രകാശമൊക്കെ വേണ്ട സ്ഥലത്താണ്. അപ്പം ഇങ്ങനെ മണ്ണ് കണ്ടോ കട്ട പിടിച്ച് ആവും. 3 മാസത്തിനുള്ളിലെ ഭയങ്കര കട്ടയായിരിക്കും. മണ്ണിങ്ങനെ കട്ട പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വേരോട്ടം ഉണ്ടാവില്ല. നമുക്ക് ശരിയായ രീതിയിൽ ആ ചെടി നല്ല വൃത്തിക്ക് പൂക്കുകയും കായ്ക്കൊന്നും ഉണ്ടാവില്ല, പൂവും ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഏതൊരു ചെടിയായാലും നമ്മൾ 3 മാസം കൂടുമ്പോൾ നമ്മളിങ്ങനെ ചെടി എടുത്തിട്ട് വീണ്ടും റീപോർട്ട് ചെയ്യും. ഇങ്ങനെ കാലിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കരികില ഇട്ട് കൊടുക്കുകയാണ്. കരികിലയാകുമ്പോൾ നമുക്ക് തണുപ്പ് നിൽക്കും. ഒരു ദിവസം നമ്മൾ വെള്ളം ഒഴിച്ചില്ല എന്നുണ്ടെങ്കിലും ചെടിക്ക് അങ്ങനെ വാട്ടമൊന്നും വരില്ല. 3/4 ഭാഗത്തോളം നമ്മൾ ചട്ടിയിൽ ഇങ്ങനെ കരിയില നിറയും. മണ്ണ്, ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ വളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പം ഈ വളം നമ്മൾ എന്തെന്ന് ചോദിച്ചാൽ ഇതിന് മുകളിൽ ഇങ്ങനെയായിട്ട് വെതറുക. നനച്ചൊക്കെ ഇട്ടിരുന്നതായതുകൊണ്ട് വീണ്ടും നനയ്ക്കുന്നില്ല. ചകിരിപ്പൊടി ഉള്ളതിനാൽ കൂടുതലായിട്ടും വേരോട്ടം ഉണ്ടാവും. ചകിരിപ്പൊടി കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അതിനകത്ത് വേരോട്ടം നന്നായിട്ട് ഉണ്ടാവും. ഇവിടം വരെ നമ്മൾ ഈ ചട്ടിയുടെ ഈ ഭാഗം വരെ നമ്മൾ നിറച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കണം. ശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മളിങ്ങനെ പൊട്ടിച്ചെടുത്ത തണ്ടുകളുണ്ടാവും. ആ തണ്ടുകൾ നമ്മൾ അതിൻ്റെ ഒരു ഇത്രയും ഭാഗം വരുന്നിടം വരെ നമ്മൾ മണ്ണിലേക്ക് കുഴിച്ച് വയ്ക്കണം. എന്നിട്ട് നമ്മളത് ഉറപ്പിച്ച് വെക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മളിങ്ങനെ എടുത്താൽ മതി. ഈ ചെടിയുടെ പേരെനിക്കറിയില്ല കേട്ടോ. പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്താൽ ഒരു ഉപകാരമായിരിക്കും. ചെടിയുടെ പേരറിയില്ല. ഇതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഞാൻ ഇത്രയും ഒരു ചെറിയൊരു കൊമ്പ് കൊണ്ടുവന്നാണ്. ഇപ്പം ഇഷ്ടം പോലെ 10-12 ചട്ടിക്കകത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല വേഗം തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു ചെടിയാണിത്. നല്ല ചൂടുകാലമായതിനാൽ നല്ല തണലുള്ള സ്ഥലത്ത് തന്നെ വേണം കേട്ടോ നമുക്കിത് വെക്കാനായിട്ട്. നല്ലോണം വേരുറച്ചതിന് ശേഷം മാത്രമാണ് കുറച്ച് വെയിലുള്ള സ്ഥലത്തേക്ക് വെക്കാൻ പാടുള്ളൂ. ഒരുപാട് വെയിൽ ഈ ചെടിക്ക് വേണ്ട കേട്ടോ. ഒരുപാട് വെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നന്നായി ഇതേപോലെ വല്ലാണ്ട് ഇതേപോലെ കളർ ഇങ്ങനെ ആയി പോകും. ഇതിന് റെഡ് കളറാണ്. അതിൻ്റെ സംഭവം സൂപ്പറാണ്. ഇതായിരിക്കുന്നുണ്ട് ആ ചട്ടിക്കകത്ത്. ഇത് ഞാൻ അതേപോലെ തന്നെ റീപോർട്ട് ചെയ്ത് വെച്ചാണ്. ആ ചുവപ്പ്, അതിൻ്റെ വെള്ള, പച്ച അതൊക്കെ ഈ ചെടിയുടെയാണ്. ആ 2 വെറൈറ്റി കളറുകൾ. ഇതിൻ്റെ ചുവപ്പ് ഇത് കുറച്ചും കൂടി ഡാർക്കായിരിക്കും. കുറച്ച് വെയിലത്ത് ഇരുന്നുകൊണ്ടാണ് അത് അങ്ങനെയായത്. അപ്പോൾ ഞാനിപ്പോൾ അതിനെ ഞാൻ തണലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്ന ചെടി നമ്മൾ ശരിക്കും തണലത്ത് തന്നെ നമ്മൾ വയ്ക്കുക. അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്തതിൻ്റെ ഗുണമൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും എന്താ ചെയ്യുക, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വേനൽക്കാലം ആയതിനാൽ ഒരുപാട് വെള്ളം ഒഴിച്ച് ഇത് ചീത്തയാക്കരുത്. ചിലപ്പോൾ തണ്ട് ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. വെള്ളം ഇങ്ങനെ വെറുതെ ഇങ്ങനെ തളിക്കാൻ മാത്രം തന്നെ പാടുള്ളൂ. ഇങ്ങനെ വെള്ളം തളിച്ച് കൊടുക്കാനേ പാടുള്ളൂ. ഇതിൻ്റെ തണ്ടിനൊന്നും ബലമില്ലാത്തത് കൊണ്ട് തണ്ടിൽ കൂടുതൽ വെള്ളം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണ്ട് ചീഞ്ഞു പോകാനും ചെടി നശിച്ചു പോകാനും സാധ്യതയുണ്ട്. അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ വെള്ളം കുടയെ തന്നെ ചെയ്യാൻ പാടുള്ളൂ. മണ്ണ് നല്ലോണം നനവുള്ള മണ്ണായതുകൊണ്ട് അതിനകത്ത് നല്ല കൂളിങ് നിന്നോളും. പ്രത്യേകിച്ച് നമ്മൾ അടിയിൽ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചെടി നല്ല സുരക്ഷിതമായിട്ട് വളർന്നു വന്നോളും. ഓക്കെ. ഹലോ ഗൈസ്, ഇത് ഞാൻ ഏകദേശം ഒരു 1.5-2 മാസത്തോളമായി കേട്ടോ ഇതിങ്ങനെ റെഡിയാക്കി വെച്ചിട്ട്. കണ്ടോ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നില്ലേ? എന്താ നല്ല അടിപൊളിയല്ലേ? ഇവരൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കെന്താ നല്ല സന്തോഷമല്ലേ ഉണ്ടാവുക മനസ്സിന്. അപ്പം നമ്മൾ അതേപോലെ അതും അതേപോലെ തന്നെ വരും. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നമ്മളവരെ നോക്കിയാൽ, അവരെ മക്കളെ നോക്കുമ്പോൾ നമ്മൾ ചെടികളെ നോക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് അതിൽ പൂക്കളുണ്ടാവുകയുള്ളൂ. പൂക്കളുണ്ടാകുമ്പോൾ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവും. അതേപോലെ മറ്റൊരു കളറാണ് ഈ വെള്ളയും ഏകദേശം ചെയ്തിട്ട് 1.5 മാസം ആവണ്.
വെള്ള അത്രയും പെട്ടെന്ന് അങ്ങോട്ടാവണില്ല. ഈ റെഡ് കളറാണ് നല്ല അടിപൊളിയായിട്ട് വരുന്നത്. ഇത് ശരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ലൈക്ക്, ഷെയർ, കമൻറ്റ് തരാൻ മറക്കണ്ട. ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷം. പിന്നെ നമ്മളുടെ ഈ വീഡിയോയിലൊക്കെ ഒരുപാട് പരിമിതികളും പോരായ്മകളും ഒക്കെ ഉണ്ടാവും. നമ്മൾ ആദ്യമായിട്ടൊക്കെ വന്നേക്കണതല്ലേ, ഒത്തിരിയും ഇതുണ്ടാവും. ഇത് ഏകദേശം നോക്കിയാൽ 1 മാസം ആയിട്ടുണ്ട് ഞാൻ ഇത് വെച്ചിട്ട്, 1 മാസം. പക്ഷേ വെള്ള അത്രയും പെട്ടെന്ന് അങ്ങോട്ട് ആവണില്ല, ചുവപ്പാവുന്നതിൻ്റെ അത്രയും വെള്ളയാവണില്ല. ആ സമയം 2 മാസമൊക്കെ കഴിഞ്ഞതാണ് ഈ കാണുന്ന ഇതുണ്ട്. ഇതൊക്കെ 2 മാസം കഴിഞ്ഞ് സംഗതി, എന്നിട്ടും അത്ര ആയിട്ടില്ല. പക്ഷേ റെഡെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, റെഡ് പെട്ടെന്ന് തന്നെ വലുതാവുന്ന. അപ്പം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവരും ഓക്കെ, താങ്ക് യു.